ഹലോ ഗേസ്, എല്ലാവർക്കും മിഞ്ചീസ് വ്ലോഗിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് വലിയ ചെമ്മീൻ തവയിൽ വെച്ച് ഫ്രൈ ചെയ്യുന്ന ഒരു പ്രത്യേക ഐറ്റമാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 4 വലിയ ചെമ്മീനുകളാണ്. 4 വലിയ ചെമ്മീനുകളും നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ കാലുകളും മീശകളും എല്ലാം വെട്ടിക്കളയണം. ഗൈസ്, വലിയ ചെമ്മീനായത് കൊണ്ട് തന്നെ കാലുകളെല്ലാം വലുതാണ്. ഗൈസ്, കാലുകളെല്ലാം വെട്ടിയ ശേഷം നന്നായിട്ട് ഒന്നുകൂടി കെട്ടിക്കെടുക്കുക. ഗൈസ്, നമ്മുടെ ചെമ്മീനുകൾ കിടക്കുന്നത് കാണാൻ എന്തും ഭംഗിയാണല്ലേ. നോക്കൂ ഗൈസ്, നോക്കൂ. ഗൈസ്, ഇനി നമ്മൾ വലിയൊരു ടൂത്ത് പിക്ക് എടുത്ത് ചെമ്മീൻ്റെ പുറകിലൂടെ കുത്തിക്കയറ്റുകയാണ്. ഗൈസ്, ഇത് യഥാർത്ഥത്തിൽ ടൂത്ത് പിക്ക് അല്ല. ടൂത്ത് പിക്ക് ഉണ്ടാക്കുന്ന തരം മരം കൊണ്ടുണ്ടാക്കിയ ഒരു വടിയാണ്. നമ്മൾ ചിക്കൻ കബാബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ സെയിം വടി. ഗൈസ്, ഇങ്ങനെ കുത്തിക്കയറ്റിയ ശേഷം നമ്മൾ ചെമ്മീനുകളുടെ തൊണ്ട് പൊളിക്കുകയാണ്. തോട് പൊളിക്കുകയാണ് ഗൈസ്, തോട് പൊളിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ തോട് പൊളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ കുത്തിക്കയറ്റണം കേട്ടോ. ഇല്ലെങ്കിൽ തോട് പൊളിക്കുമ്പോൾ കൂടെ ഇറച്ചിയും പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഗൈസ്, വലിയ ചെമ്മീനായത് കൊണ്ട് തന്നെ തോടൊക്കെ പൊളിക്കാൻ എളുപ്പമാണ്. ഗൈസ്, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ മസാലകൾ ഉണ്ടാക്കാം. മസാലക്കൂട്ട് ഉണ്ടാക്കുന്നതിനായി ആദ്യമായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയാണ് നമ്മൾ എടുക്കുന്നത്. ഗൈസ്, ഇനി കുറച്ച് ഇതിൽ ചേർക്കുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വൈനാണ്. വൈൻ ഗൈസ്, ആ വൈനും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ മിക്സ് നമുക്ക് ഓരോ ചെമ്മീനും നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഗൈസ്, പുരട്ടി കൊടുക്കാം. ഗൈസ്, ഈ പുരട്ടിയ ചെമ്മീനുകളെ നമ്മളിനി ഫ്രീസറിലോട്ട് വെക്കുകയാണ്. ഒരു 1/2 മണിക്കൂർ മിനിമം നമ്മൾ ഫ്രീസറിൽ വെക്കിയിട്ടതാണ്. ഗൈസ്, ഗൈസ്, നമ്മുടെ മസാല പുരട്ടിയ ചെമ്മീൻ നമ്മളിതാ ഫ്രീസറിലോട്ട് വെച്ചിരിക്കുന്നു. ഗൈസ്, വെച്ചിരിക്കുന്നു. 1/2 മണിക്കൂർ ശേഷം നമ്മളിതാ തുറന്നിരിക്കുകയാണ്. ഗൈസ്, തുറന്നിരിക്കുകയാണ്. നമ്മുടെ ചെമ്മീൻ വളരെ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ ചൂടാക്കിയ ഒരു തവയിലോട്ട് നമുക്ക് നമ്മുടെ 4 ചെമ്മീനുകളെയും എടുത്ത് നിരത്തി വയ്ക്കാം. ഗൈസ്, ഇനി നമുക്ക് ചെമ്മീൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി, നല്ല രുചിയും മണവും കിട്ടുവാനാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഗൈസ്, നന്നായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നല്ല മണം. ആഹാ, എന്തോ രസമാണ് ഗൈസ് ഈ മണം. ഗൈസ്, ഒരു വശം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മറ്റൊരു വശം കൂടി തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നു. ഗൈസ്, ഇപ്പോൾ നമ്മളുടെ 4 ചെമ്മീനും നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ്, മറിച്ചിട്ടിരിക്കുകയാണ്. തിരിച്ചും മറിച്ചും വെച്ച് നമ്മൾ ഒരുപാട് നേരം നന്നായി വേവിക്കണം. ഗൈസ്, ഇത് ചെയ്യുമ്പോൾ ആരും അടച്ചു വെച്ച് വേവിക്കരുത്. കാരണം ചെമ്മീൻ വളവളാന്നായി പോകും.
ചെമ്മീൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോകും ഗൈസ്. ഗൈസ് നമ്മുടെ ചെമ്മീൻ തവ ഫ്രൈ സെറ്റപ്പായി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു കമ്പ് വെച്ച് കുത്തി നോക്കാം. ചെമ്മീൻ നന്നായി വെന്തിരിക്കുന്നു ഗൈസ്. സൂപ്പർ ഗൈസ്, കിടിലൻ ഗൈസ്. ഇനി നമുക്കിത് കഴിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട മിഞ്ചി മോളെ ക്ഷണിക്കാം ഗൈസ്. മിഞ്ചി മോളെ വരൂ വരൂ, കഴിച്ചു നോക്കൂ. മിഞ്ചി മോളെ വരൂ വരൂ. നമ്മുടെ ഈ പ്രിയപ്പെട്ട മിഞ്ചി മോൾ ഇതാ കഴിക്കുകയാണ്. മിഞ്ചി മോൾ എങ്ങനെയുണ്ട്? നമ്മുടെ ചെമ്മീൻ ഫ്രൈ എങ്ങനെയുണ്ട്? പറയൂ മോളെ പറയൂ, എങ്ങനെയുണ്ട് നമ്മുടെ ചെമ്മീൻ ഫ്രൈ? സൂപ്പർ.